സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനത്തോടെ ദേശീയ മത്സരത്തിന് യോഗ്യത നേടി അണക്കര സ്വദേശിയും +2 വിദ്യാർത്ഥിയുമായ അഖിൽ ഗിരീഷ്. പലതവണ സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ ജേതാവായിട്ടുള്ള അഖിലിന്റെ സ്വപ്നമായിരുന്നു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക എന്നത്. എന്നാൽ ഇതിന് തടസ്സമായി നിൽക്കുന്നത് മത്സരിക്കാനുള്ള സൈക്കിളിന്റെ ഭാരിച്ച വിലയാണ്. കുറഞ്ഞത് 2.5 ലക്ഷം രൂപയെങ്കിലും വില വരുന്ന സ്പോർട്സ് സൈക്കിൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറായി ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കായിക താരം. 4 വർഷക്കാലമായി സൈക്ലിംഗ് രംഗത്ത് അഖിലും സഹോദരൻ അർജുനും ചേറ്റുകുഴി നവജീവൻ സൈക്ലിംഗ് ക്ലബ്ബിൽ നിന്നും പരിശീലനം നേടുന്നുണ്ട്. ഇടുക്കി സൈക്ലിംഗ് അസോസിയേഷന്റെ പരിശീലകനായ രാജേഷ് PK ശിക്ഷണത്തിൽ വിവിധ സൈക്ലിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത ജില്ലാ സംസ്ഥാന തലത്തിൽ വിജയിക്കുകയും ചെയ്തു. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നത് അഖിലിന്റെ സ്വപ്നമായിരുന്നു. കഴിഞ്ഞ ദിവസം തൊടുപുഴ ഇടവെട്ടിയിൽ നടന്ന 21ാമത് സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി ജില്ലയിൽ നിന്നും മത്സരിച്ച അഖിൽ ഗിരീഷ് 4ാമനായി ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടി. എന്നാൽ പൂനെയിൽ വെച്ച് നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയപ്പോൾ മത്സരിച്ച് വിജയിക്കുവാൻ അനുയോജ്യമായ ഒരു സൈക്കിൾ ഇല്ല എന്നത് പ്രതിസന്ധിയായിരിക്കുകയാണ്. ചുരുങ്ങിയത് 2.5 ലക്ഷം രൂപയെങ്കിലും വില വരുന്ന സൈക്കിൾ സ്വന്തം നിലയിൽ വാങ്ങുവാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടിലാണ് ഇവർ. എൻ്റെ മകൻ അഖിൽ ഗിരീഷ് ഒരു 4 വർഷക്കാലമായിട്ട് ഈ സൈക്ലിംഗ് മേഖലയിൽ തുടർന്ന് വരികയാണ്. അഖിലും അർജുനും 2 കുട്ടികളുണ്ട്. എനിക്ക് 2 പേരും സൈക്ലിസ്റ്റുകളാണ്. കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഇതുപോലെ നാഷണൽ ലെവലിലേക്ക് ലഭിച്ചിട്ട് ആ സമയമായതുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും റോഡ് സൈക്ലിങ്ങിൽ 5ാം സ്ഥാനം ലഭിച്ചു. അതിലും നല്ലൊരു സൈക്കിള് റോഡ് സൈക്കിൾ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം പോകാനായിട്ട് സാധിച്ചില്ല. ഇപ്രാവശ്യം തൊടുപുഴ ഇടവെട്ടിയിൽ മാർത്തോമ റബ്ബർ എസ്റ്റേറ്റിൽ വെച്ച് നടന്ന സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 21ാമത് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ MTB മത്സരത്തിൽ നാഷണൽ ലെവലിലേക്ക് അഖിലിനെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അടുത്ത മാർച്ചിലാണ് പറഞ്ഞിരിക്കുന്നത് നാഷണൽ മത്സരം. അതിലേക്ക് പോകുന്നതിന് ഒരു നല്ല സൈക്കിൾ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നിലനിൽക്കുകയാണ്. പിന്നെ തൊടുപുഴ കഴിഞ്ഞ മത്സരത്തിൽ പോലും സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചത് അവിടുത്തെ സന്മനസ്സുള്ള നല്ലവരായ എല്ലാ സുഹൃത്തുക്കളുടെയും അവരുടെ കൂടെ സൈക്കിൾ ചവിട്ടിയ കുട്ടികളുടെ എല്ലാവരുടെയും സപ്പോർട്ടും, അതുപോലെ തന്നെ അവിടെ സൈക്കിൾ ചവിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ കൊടുത്ത് സഹായിച്ച അസി എന്ന് പറയുന്ന ഒരു നല്ല മഹത് വ്യക്തി, അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണത്തോടും കൂടിയാണ് അഖിലിന് ഈ ലെവലിലേക്ക് എത്തപ്പെടാനായിട്ട് സാധിച്ചത്. സൈക്കിൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറായുള്ള ആളുകളെ കണ്ടെത്തി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തിലാണ് അഖിലും കുടുംബവും. ആർമിയിൽ നിന്ന് രാജ്യത്തിനു വേണ്ടി സേവനം അനുഷ്ഠിക്കുക എന്നതാണ് അഖിലിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ കഴിഞ്ഞ മത്സരത്തിൽ എനിക്ക് നാഷണൽ സെലക്ഷൻ കിട്ടിയിരുന്നു. അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ട് നല്ലൊരു സൈക്കിൾ ഇല്ലാത്തതിനാൽ അതിൻ്റെ ഒരു കുറവുണ്ട് എനിക്ക്. അപ്പോൾ 2-3 വർഷം എനിക്കിതുപോലെ നാഷണൽ ചാൻസ് കിട്ടിയിരുന്നു. അപ്പോൾ ആ നാഷണലിൽ പങ്കെടുക്കാൻ വേണ്ടി നല്ലൊരു സൈക്കിൾ ഇല്ലായിരുന്നു. അപ്പോൾ ഈ വർഷം ഒരു ചാൻസ് കിട്ടി. അപ്പോൾ സൈക്കിൾ ഇല്ലാത്തതിനാൽ ഇങ്ങനെ നിൽക്കുകയാണ് നാഷണലിലേക്ക് സെലക്ഷൻ. വണ്ടൻമേട് MES ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് അഖിൽ.